ചേട്ടാ ഇതെന്തോ എന്തിന്റെ മാർച്ചാ ഇത്? ഇത് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ കേജ്രിവാളിനെ ഭയന്ന് മോഡി ഗവൺമെന്റ് ED കൊണ്ട് ഇന്നലെ രാത്രി ഒരു കള്ളനെ പിടിക്കുന്നത് പോലെ രാത്രിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അത് ഇന്നലെ ഇലക്ട്രൽ ബോണ്ടില് BJP സർക്കാർ വാങ്ങിയ കള്ളപ്പണത്തിന്റെ കണക്ക് ഇന്നലെ സുപ്രീം കോടതിയിൽ വെളിപ്പെടുത്തിയ ദിവസമായിരുന്നു. അതിന്റെ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു അടവ് നയമായിട്ടാണ് കേജ്രിവാളിന്റെ അറസ്റ്റും. അതും മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ജാമ്യം കിട്ടാത്ത വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രതിഷേധിക്കാനാണ് ദേശീയ വ്യാപകമായിട്ട് ഇന്നലെ രാത്രി മുതൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ED അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്താണ് തെറ്റുള്ളത്? ED അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റെന്നാൽ വ്യക്തമായിട്ട് ഒരു കുറ്റവും കണ്ടുപിടിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും വെറും ആയിരക്കണക്കിന് രൂപ മാത്രമേ കണ്ടെത്താനായിട്ടുള്ളൂ. ഇതിൽ കോടിക്കണക്കിന് രൂപ വെട്ടിപ്പ് നടത്തി വെളുപ്പിച്ചു എന്നൊക്കെയാണ് ED ആരോപിക്കുന്നത്. ആ പണം എവിടെയൊന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. ഒരു കുറ്റാരോപിതൻ കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത് കള്ള മാപ്പുസാക്ഷിയെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു മൊഴി ഉണ്ടാക്കി അതിന്റെ പേരിലാണ് കേജ്രിവാളാണ് ഇതിന്റെ എല്ലാം പറയില്ലെന്ന് ED ആരോപിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ED എങ്ങനെയും അകത്താക്കി സ്വന്തം കള്ളത്തരത്തെ മറയ്ക്കാനായിട്ടുള്ള ഒരു മറയായിട്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചില്ലേ? കുറ്റപത്രമൊന്നും ആവുന്നില്ല. അതില് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് പറയാനാവില്ല. അതിൽ പറയുന്നത് തെളിവില്ലാതെയുള്ള ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം കുറ്റാരോപിതൻ വേണം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ. ബാക്കിയുള്ള ഇതൊരു ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടായിരുന്നു. അതിനെ ഇപ്പോൾ സാധാരണക്കാരെ എതിർക്കുന്നവരെ എല്ലാം സ്വന്തം ശത്രുക്കളായിട്ട് അവർക്ക് തോന്നുന്ന ഒരു ഭീഷണിയാവുന്നവർക്കെതിരെ എല്ലാം ആ വകുപ്പ് അവർ പ്രയോഗിക്കുകയാണ്, മണി ലോണ്ടറിംഗ് ആക്ട്. അപ്പൊ അന്വേഷണം തുടങ്ങിയോ അതോ അന്വേഷണം കഴിഞ്ഞോ? അന്വേഷണം തുടങ്ങിയില്ലെങ്കിലും ഇപ്പോഴും അവർ വ്യക്തമായ ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഒരു പുകമറ മാത്രമേ ഉള്ളൂ. കേജ്രിവാളിനെ എങ്ങനെയും തെളിവില്ലാതെ അകത്തിടുക. അതായത് കേസ് ഇനി ചാർജ് ചെയ്ത് വരുന്നതിന് മാസം കൊടുക്കുന്നു. ഇപ്പൊ സിസോദിയ അകത്ത് കിടക്കുന്നു ഇതേ കുറ്റത്തിന് തന്നെ. സിസോദിയക്കെതിരെ കുറ്റപത്രമൊന്നും വിചാരണയൊന്നും ആരംഭിക്കുന്നില്ല. അത് ജയിലിൽ കിടക്കുക സംഭവമാണ്. ഈ കുംഭകോണം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി? അല്ല, ഇത് 2021 കേസാണ്. 2021 അതായത് മദ്യനയം മാറ്റി സ്വകാര്യ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് ഇടവരുത്തി എന്നുള്ള ഒരു കേസാണുള്ളത്. അല്ലാതെ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണം പോലും ഇല്ല. ഈ കോവിഡ് സമയത്ത് ഏതായാലും മദ്യഷോപ്പെല്ലാം അടച്ചു. അപ്പൊ പിന്നെ സർക്കാർ ശമ്പളം കൊടുത്ത് മദ്യഷോപ്പ് നടത്തേണ്ട കാര്യമുണ്ടോ? ഏതായാലും അല്ല, ഇത് നയപരമായ കാര്യമാണ്. നയപരമായ ഒരു കാര്യത്തിന് വ്യക്തികളെ വിക്ടിമൈസ് ചെയ്യുന്നത് ഇതൊരു വ്യക്തിഹത്യ മാത്രമാണ്. അല്ല, അതുകൊണ്ട് സർക്കാരിന് നഷ്ടം എന്തെങ്കിലും ഉണ്ടായോ? സർക്കാരിന് നഷ്ടം ഉണ്ടാകാനായിട്ട് തെളിവൊന്നുമില്ല. അത് കോടതി തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അതിന് ഈ ആക്ട് ഇതിന്റെ പേരിൽ എടുക്കുന്നത് ഈ ആക്ട് പ്രകാരം നടപടിയെടുക്കാൻ പാടില്ലാത്തതാണ്.